Hi friends, ഇന്ന് നമ്മൾ Oppo F9 Pro എന്ന പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ നമ്മളെ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ക്യാമറയുടെ ക്വാളിറ്റി കുറവുകൊണ്ട് നമ്മുടെ ഒരു വലിയ DSLR ടൈപ്പ് ക്യാമറയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ക്വാളിറ്റി കുറവുകൊണ്ടുള്ള കാഴ്ചയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുന്നതിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഭാവിയിൽ നമ്മളത് ക്ലിയർ ചെയ്യും. അപ്പോൾ നമുക്ക് സമയം അധികം കളയേണ്ട, നേരെ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ്, ഓവർവ്യൂ, ക്യാമറ സാമ്പിൾസ്, അങ്ങനെ ഒരു 3-4 ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. വെൽക്കം ടു ഗാഡ്ജറ്റ്സ് ഓൺ, ഇറ്റ്സ് മീ പ്രതാപ്. നമുക്ക് ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് ഫാസ്റ്റ് ആക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോകും ഇതിൻ്റെ അൺബോക്സിംഗ് ഓവർവ്യൂവിന് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ തുറക്കണം കേട്ടോ. ലൈറ്റ്സ് ഓക്കെ, പ്രൊഡക്റ്റ് ഓപ്പൺ ആയിരിക്കുന്നു. ബോക്സൊക്കെ നീക്കി വയ്ക്കാം. സംഭവം ഒഴിവാക്കി നമ്മൾ അതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം കിട്ടുന്നൊരു ചെറിയ ബോക്സാണ്. ആ ബോക്സ് നമ്മൾ തുറന്ന് നോക്കാം. ഇതിനകത്തൊരു കേസ് ആവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, കേസ് തന്നെയാണ്. 1-2 ഡോക്യുമെൻറ്റ്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. കേസ് ഒരു സാധാ ട്രാൻസ്പെറൻറ്റ് കേസാണ്. പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും ആ ഒരു കേസ് കിട്ടുന്നത് നല്ല കാര്യം തന്നെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേറെ പൈസ ചിലവാക്കണ്ട. 1-2 ഡോക്യുമെൻറ്റേഷൻ മാനുവൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെ, അതും മാറിയിരിക്കട്ടെ. നമുക്ക് ആദ്യം ഹാൻഡ്സെറ്റിനെ കയ്യിലൊന്നും എടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആദ്യം, എന്നിട്ട് നോക്കാം ബോക്സിനകത്ത് എന്തിരിക്കുക വേറെ ഉള്ളതാണ്. ഓക്കെ, പ്രൊഡക്റ്റ് നല്ല ഭംഗിയുണ്ടാവണേന്ന് പ്രാർത്ഥിക്കാം. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷാണ്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഓക്കെ. റിയർ സൈഡ് അമേസിങ്, ഒന്നും പറയാനില്ല. നല്ല, ഞാനൊരു ബ്ലാക്ക് ബ്ലൂ അങ്ങനെയുള്ളൊരു ഗ്രേഡിയൻ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം. സൈഡിലേക്ക് ഇരിക്കട്ടെ. ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കേബിൾ USB ടൈപ്പ് C അല്ല, USB കേബിളാണ്. ഇതിൻ്റെ കാരണമായിട്ട് ഓപ്പോ പറയുന്നത് വേറെ ഒന്നുമല്ല, ഫ്ലാഷ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ കേബിൾ വേണമെന്നാണ്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ കേബിൾ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് C വെച്ചേനെ. അടുത്തായിട്ടൊരു ഇയർഫോൺ വരുന്നുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ആപ്പിളിൻ്റെ ആ ഒരു മോഡൽ ഇയർഫോണാണ്. ഇത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. ഇയർഫോണിൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര വലിയ സംഭവം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അവിടെ ഇരിക്കട്ടെ. ചാർജർ ഓപ്പോ ബ്രാൻഡിംഗ് ഉള്ള നല്ല ചാർജർ തന്നെ കണ്ടിട്ട്. VOOC ഫ്ലാഷ് ചാർജിങ് 5 വോൾട്ട് 4 ആമ്പ്. യെസ്, എനിക്കിത് വായിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. 5 വോൾട്ട് 4 ആമ്പ് ചാർജിങ് ഒന്നല്ല, ഫാസ്റ്റ് ചാർജിങ് ഉള്ള സംഭവം തന്നെ. VOOC ഫ്ലാഷ് ചാർജിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ ഈ കേബിൾ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചത് വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഈ ഡിസൈഡ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ Oppo F9 Pro. ഫോണിൻ്റെ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ ഒന്ന് നോക്കാം. ലുക്ക് ആൻഡ് ഫീൽ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഓവർവ്യൂ, എന്തൊക്കെയാണ് അതിനകത്തുള്ള ക്യാമറയോ മറ്റു കാര്യങ്ങൾ, പോർട്ടുകൾ എന്തൊക്കെയാണ് വരുന്നത്. ഡുവൽ ക്യാമറ 16+, 2 മെഗാപിക്സൽ ക്യാമറയാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട് റിയർ സൈഡിൽ. മറ്റ് ഫ്രണ്ട് സൈഡിൽ 25 മെഗാപിക്സൽ സെൽഫി ക്യാമറ, ഒരു നോച്ച് ഡിസൈൻ അവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. റൈറ്റ് സൈഡിൽ വോളിയം റോക്കറാണ് വരുന്നത്, വോളിയം ബട്ടൺ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, മൈക്രോഫോൺ, USB പോർട്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സ്, ഒരു സിം ട്രേ നമ്മൾ തുറന്ന് നോക്കണം. കാരണം ആ സിം ട്രേയിൽ എത്ര സിം ഇടാൻ പറ്റും, SD കാർഡ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ട്രിപ്പിൾ സ്ലോട്ട് എന്നാണ് നമ്മൾ കേട്ടത്. ശരി തന്നെയാണോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, കിട്ടി. 1 2 3 ട്രിപ്പിൾ സ്ലോട്ട് തന്നെ. ഡെഡിക്കേറ്റഡ് SD കാർഡ്, ഡുവൽ നാനോ സിമ്മാണ് കാണാൻ സാധിക്കുന്നത്. നല്ല കാര്യം തന്നെ. അപ്പോൾ നമുക്ക് മെമ്മറിയുടെ കാര്യത്തിലൊന്നും വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അത്രയുമാണ് നമുക്കതിൻ്റെ മൊത്തത്തിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. റിയർ ക്യാമറ കാര്യം ഞാൻ പറഞ്ഞു, 16+, 2 മെഗാപിക്സൽ റിയർ ക്യാമറ പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അപ്പോൾ ഫോൺ നമുക്ക് ബൂട്ടപ്പ് ചെയ്യാം. ബൂട്ടപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് ബൂട്ടാവും ഞാൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ സ്ക്രീനിൽ നിന്നും വായിച്ചെടുക്കുക. പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. 6.3 ഇഞ്ച് 19.5:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ക്യാമറ 16+, 2 മെഗാപിക്സൽ റിയർ ക്യാമറ, ഫ്രണ്ടിൽ 25 മെഗാപിക്സൽ സെൽഫി ക്യാമറ, MediaTek Helio P60 ഒറ്റ-കോർ പ്രോസസർ, 6GB RAM, 64GB സ്റ്റോറേജ്, ബാറ്ററി 3500 mAh വിത്ത് VOOC ഫ്ലാഷ് ചാർജിങ്. ആദ്യമാണ് നമുക്കിതിൻ്റെ ജസ്റ്റ് ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് നോക്കാം. നമ്മുടെ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ലുക്ക് ആൻഡ് ഫീൽ എന്നാണ് തുടങ്ങുക. അപ്പോൾ അതൊരു പതിവ് തെറ്റിക്കേണ്ട. 19.5:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള സ്ക്രീനാണ്. കളർ വോയിസ് ആണ് നമ്മൾ മുകളിൽ കാണുന്നത്. അത് ഓപ്പോയുടെ ഒരു UIയുടെ പേരാണ് കളർ വോയിസ്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ ബ്ലാക്ക്, ബ്ലൂ, 2 കളറുണ്ട്. സ്റ്റിക്കർ ഒരു തടസ്സമാണല്ലേ, നമുക്കത് പറിച്ച് കളയാം. ഓക്കെ, സ്റ്റിക്കർ പോയി. സ്റ്റിക്കറിൻ്റെ ഭാഗം മാത്രം ക്ലീനാണ്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരു മങ്ങലുണ്ടല്ലേ. അതെൻ്റെ കയ്യിലെ സ്മഡ്ജസ് ആണ്. അതായത് കൈ തൊടുമ്പോഴുള്ള ഒരു
പൊടിപടലങ്ങൾ പിടിക്കുന്ന പോലത്തെ സംഭവമാണത്. എല്ലാ ഗ്ലാസ് ഫോണുകളിലും അത് വരും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ദോഷമായിട്ട് അതിനെ കാണരുത്. ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ കുത്തിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ സ്മഡ്ജസ് വന്നു. അപ്പോൾ കൈ കൊണ്ട് പിടിക്കുന്നിടത്തൊക്കെ സ്മഡ്ജസ് വരും. പക്ഷേ അതൊരു ഇഷ്യൂ ഒന്നുമല്ല. എല്ലാ ഗ്ലാസ് ഫോണുകൾക്കൊക്കെ വരുന്ന സംഭവം തന്നെ. ലുക്ക് ആൻഡ് ഫീൽ നല്ല ചരിക്കുമ്പോഴൊക്കെ നല്ല കളറുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒന്ന് തിരിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേസ് ഒന്ന് ഇട്ട് നോക്കാം. എന്തായാലും കേസ് ഇടുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളതൊന്ന് കാണണ്ടേ. അത് ഫ്രീ ആയിട്ട് ഞാൻ വേണ്ട, കേസ് നമുക്ക് ഇടേണ്ട ഒരാവശ്യമില്ല. ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കേസ് ഇടുന്നത് എൻ്റെ ഒരു രീതിയല്ല എന്ന്. ശരിക്കും ഞാനിത് ഇടാനേ പോകുന്നില്ല. അതുകൊണ്ട് മാറ്റി വെക്കട്ടെ. ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇത്രയും സ്റ്റൈലിഷായ സാധനമായിട്ട് ആ കേസിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. സോ നല്ല സ്റ്റൈലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. കാണാനപ്പോൾ എല്ലാവർക്കും ഫോണിൻ്റെ രൂപരേഖ കിട്ടിയല്ലോ. കാണാനൊരു നല്ല ഭംഗിയുള്ള ഫോൺ തന്നെ, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അടിപൊളി വ്യൂയിങ് ആംഗിളൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ടിലും 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോയാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഫേസ് അൺലോക്കാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടാ ആ ലോക്കിൻ്റെ ഭാഗം നോക്കുക കേട്ടോ. കണ്ടാ ഓൺ ചെയ്ത് അപ്പോൾ തന്നെ ലോക്ക് ഓണായി. ആ ഫാസ്റ്റാണ്, നോക്കിക്കോളൂ. യെസ്, അപ്പോൾ ഫേസ് അൺലോക്ക് നല്ല ഫാസ്റ്റാണ്, അതിലൊരു ഡൗട്ടുമില്ല. നമുക്ക് ഇനി ഫിംഗർ ഐ ഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. യെസ്, 3, 2, 1 3, 2, 1 യെസ്, നല്ല സ്പീഡ് തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് കാണിക്കാം. റെഡി? ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ നല്ല ഫാസ്റ്റായ ഫിംഗർ പ്രിൻറ്റ് തന്നെ. ഫേസ് അൺലോക്കും ഫിംഗർ ഐ ഡിയും രണ്ടും നല്ല ഫാസ്റ്റ് തന്നെയാണ്, അതിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ അത് പെർഫോമൻസ് ഒക്കെ ഓക്കെ. നമുക്കിനി ഇതിൻ്റെ UI വരാം. കളർ വൈസ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്തിട്ട് എൻ്റെ എബൌട്ട് സെക്ഷനിൽ നോക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ എബൌട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഓക്കെ ഇതിവിടെ കിട്ടി. Oppo F9 Pro നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ വായിക്കാം. കളർ OS വെർഷൻ 5.2, ആൻഡ്രോയിഡ് വെർഷൻ 8.1, Oreo, Octa Core പ്രോസസർ, RAM 6GB, ഡിവൈസ് സ്റ്റോറേജ് വരുന്നത് 64GB, 45GB അവൈലബിൾ. 48 ഉണ്ടായിരുന്നു. ഞാൻ ആ ബൂട്ടപ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗെയിം ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കും അത് കുറഞ്ഞു പോകും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ 1-2 പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോനെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട 1-2 ഫീച്ചറുകൾ. ഇത് ഡിസ്പ്ലേയുടെ വാം കൂൾ എല്ലാ ഫോണിലും വരുന്നതിന് ഇതിലും അതുണ്ട് എന്നുള്ളത് ഞാനൊന്ന് പറയുകയാണ്. കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് സംഭവങ്ങളാണ്. കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ നമുക്ക് ഫോൺ ലുക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിൽ വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നൈറ്റ് ഷീൽഡ് നല്ലൊരു കാര്യമാണ്. നൈറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററാണ്. അത് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് റൈറ്റ് സൈഡിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി നമുക്ക് റീഡിങ്ങിനൊക്കെ കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ റീഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡിഫോൾട്ട് സ്റ്റൈലിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട 1-2 ഫീച്ചറുകൾ ഞാൻ കാണിച്ചു തരാം. ഒന്നാമത് എഡ്ജ് എന്ന് വരുന്ന ഒരു ചെറിയ സംഭവമാണ്. ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടുകയാണ് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എഡ്ജിൽ നിന്ന് നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഒരു 3-4 ആപ്ലിക്കേഷനുകൾ അടിയിൽ കാണുന്നത്. അത് നമുക്ക് വേറെ കൂടുതൽ ആപ്ലിക്കേഷനുകൾ ആഡ് ചെയ്യാൻ പറ്റും. തൊട്ട് മുകളിൽ സ്ക്രീൻ റെക്കോർഡിംഗ്, സ്ക്രീൻ ഷോട്ട്, അങ്ങനെ അതിൻ്റെ മുകളിൽ ക്യാമറ. അതൊന്നും മാറ്റാനുള്ളൊരു സെറ്റിങ്സ് ഞാൻ കണ്ടില്ല. പക്ഷേ ആപ്ലിക്കേഷനുകൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുമ്പോൾ അങ്ങനെ വരുന്ന ദിവസം അവിടെ തന്നെ ആഡ് ബട്ടൺ ഉണ്ട് കേട്ടോ അതിനകത്ത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു സംഭവം, നമുക്ക് മ്യൂസിക്കിൻ്റെ കാര്യമാണ്. മ്യൂസിക് പ്ലെയറിൽ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇടാം, സ്ക്രീൻ ഓഫ് ചെയ്താലും കേൾക്കാം. പക്ഷേ വീഡിയോ പ്ലെയറിൽ നമ്മൾ സാധാരണ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്ത സംഭവം സാധാരണ ഫോണുകളൊക്കെ വീഡിയോ കട്ടായി പോകും. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് വീഡിയോ കാണേണ്ട പകരം പാട്ട് മാത്രം കേട്ടാൽ മതിയെങ്കിൽ നേരെ മുകളിൽ കാണുന്ന ഈ ഒരു കുഞ്ഞ ഐക്കൺ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പോയി കണ്ടോ. അപ്പോൾ അത് മ്യൂസിക് മാത്രമായി കേൾക്കണം. നമുക്ക് ഈ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് പുറകിലേക്ക് പോയി ഇപ്പോഴും ആ മ്യൂസിക് വർക്ക് ചെയ്യും. വേറെ ആപ്ലിക്കേഷൻ തുറന്നാലും ആ മ്യൂസിക് വർക്ക് ചെയ്യും. അപ്പോൾ അതൊരു മ്യൂസിക് പ്ലെയറായി മാറിയിരിക്കുകയാണ്. കോൾ എന്തെടുത്താലും ഇപ്പോൾ ഈവൻ ഈ സ്ക്രീൻ ഓഫ് ചെയ്താൽ തന്നെയും ഈ മ്യൂസിക് വർക്ക് ചെയ്യും. അതാണ് മ്യൂസിക് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയ ടെക്നോളജി. നല്ലൊരു കാര്യം തന്നെ. ഞാൻ പലപ്പോഴും എനിക്കിതൊരു ആവശ്യമെന്ന് തോന്നിയ ഒരു സംഭവമാണ്. അതിവിടെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അടുത്തായിട്ടൊരു ഫീച്ചർ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഒരു ചെറിയ ഹാൻഡിയായ ഒരു ഫീച്ചറാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യണം. ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ നോട്ട്സിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ എഡ്ജിൻ്റെ കുഞ്ഞ് സംഭവം അതുപോലത്തെ ഒരു സംഭവം കൂടെ തുറന്ന് വരും. അപ്പോൾ മെസ്സേജിൻ്റെ സംഭവം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ ഒരു ഡിസ്പ്ലേ വരും. അതിനകത്തോട്ട് ടൈപ്പ് ചെയ്യണ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് റൈറ്റ് സൈഡിൽ സെപ്പറേറ്റ് വരും. അതുകൊണ്ട് കാണിച്ചു തരാം. അത് വേണം ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ആ എഡ്ജ് ഇങ്ങനെ തുറന്ന് വരും. ആ വീഡിയോ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്.
ടൈപ്പ് ചെയ്യുക, കീബോർഡിൽ ടൈപ്പ് ചെയ്യുക, സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെൻഡ് ചെയ്ത് നമുക്ക് ഈ സംഭവം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങ് പോകും. വീഡിയോ അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ഹാൻഡി ഫീച്ചറായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനത് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ അതും ഒരു നല്ല ഫീച്ചറായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഈ 2-3 ഫീച്ചറുകളുടെ പ്രധാനപ്പെട്ട ഫുൾ സ്ക്രീനൊക്കെ ആയി കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫീച്ചറുകളെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ പറയാം. നേരെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. ഒരു സെൽഫി ഞാൻ എടുക്കാൻ പോകണം. എടുത്തു, നമുക്കതൊന്ന് പരിശോധിക്കാം. ഓക്കെ, സൂം ചെയ്താൽ അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി എഫക്റ്റാണ്. നിൽക്കുന്നത് എൻ്റെ വീഡിയോ ക്യാമറയിൽ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ഇത് ഇൻഡോർ ലൈറ്റിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട് ഇമേജ്. ഈ സംഭവം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അതിന് ഒരു ഈസി പരിപാടിയുണ്ട്. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം സ്ക്രീനിലേക്ക് ഇടാം. ഇനി ഫോണിൻ്റെ കാര്യം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ Oppo F9 Pro. അപ്പോൾ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ നമ്മൾ ക്യാമറ മറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അത് നല്ല സപ്പോർട്ടായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.